ഇത് നമ്മുടെ രാമനാട്ടുകര. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് പ്രവേശിക്കുന്ന ജില്ലയുടെ കവാടം. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരം. തിരക്ക് കൂടുന്നതനുസരിച്ച് അപകടം തുടർക്കഥയായിരുന്ന നിരത്തുകൾ ഇന്ന് പറയത്തക്ക അപകടങ്ങളില്ല. മുൻകാലങ്ങളെ കൂട്ട് ലക്കും പൂക്കാണ്ടി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാച്ചം കീച്ചം വണ്ടി ഓടിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല. പ്രധാന സ്ഥലങ്ങളിലൊക്കെ ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. ആറുവരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി റോഡിൽ പാരഡൈസ് മുതൽ ബൈപ്പാസ് വരെ ബ്ലോക്ക് ആവുക എന്നുള്ളതിപ്പോൾ നിത്യസംഭവമാണ്. മിനി ബസ്സുകൾ ബസ് സ്റ്റോപ്പിലല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആളുകളെ എടുക്കുന്നതും ഇതുപോലെയുള്ള വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകുന്നതും അശാസ്ത്രീയമായ രീതിയിൽ റോഡിൻ്റെ സൈഡിൽ വാഹനങ്ങൾ നിർത്തി ഇടുന്നതും ബ്ലോക്കിന് കാരണമാണ്. ഇത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടിവശമാണ്. പിറകെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിർത്തി ആളിനെ എടുക്കുന്നത് ഇവിടെ വലിയ തിരക്കുകൾക്ക് കാരണമാകുന്നു. നിയമപാലകർ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അത്തരം പ്രവൃത്തികൾ കണ്ടാൽ അവർ ശ്രദ്ധിക്കാറേയില്ല. രാമനാട്ടുകരയിൽ നിന്നും യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുവാൻ വരുന്ന വാഹനം നിസരിയിലെത്തിയാൽ ഒരു അണ്ടർപാസോ ഫ്ലൈ ഓവറോ ഇല്ലാത്തതിനാൽ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടി നിസരി വഴി യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട അവസ്ഥയാണുള്ളത്. രാമനാട്ടുകരയിൽ നിന്നും നിസരി ജംഗ്ഷൻ വഴി പോകുന്ന വലിയ വാഹനം തിരിഞ്ഞു പോകുവാനുള്ള വീതി ഇവിടുത്തെ റോഡിനില്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണ്. അവിടെയുള്ള കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് മാറ്റിയാൽ വലിയ വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകുവാൻ സാധിക്കും. പക്ഷേ ഇടിമുഴിക്കൽ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അതൊരു ഭീഷണിയാണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ ട്രാഫിക് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ AJ ജോൺസൺ സാറ് രാമനാട്ടുകരയിൽ കഴിഞ്ഞ ദിവസം എത്തി. ബഹുമാനപ്പെട്ട ACP ജനപ്രതിനിധികളുമായും ട്രേഡ് യൂണിയൻ നേതാക്കളുമായും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായും വ്യാപാരി ഏകോപന സമിതി അംഗങ്ങൾ എന്നിവരുമായുമൊക്കെ ചർച്ച നടത്തി. എല്ലാ വിഷയങ്ങൾക്കും ഉചിതമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം പരീക്ഷണ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾക്ക് അദ്ദേഹം ശുപാർശ ചെയ്തതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇതേക്കുറിച്ച് 8 പോസ്റ്റ് SI ശ്രീ രാജശേഖരൻ സാറിനോട് ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, രാമനാട്ടുകരയിലെ ട്രാഫിക് വിഷയവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിരുന്നല്ലോ. അദ്ദേഹം പുതിയ പദ്ധതികൾ എന്തെങ്കിലും ശുപാർശ ചെയ്തിരുന്നോ? രാമനാട്ടുകരയിലെ ഗതാഗത പ്രശ്നങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കാൻ വേണ്ടി അദ്ദേഹം രാമനാട്ടുകര സന്ദർശിച്ചു. രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷൻ, നിസരി ജംഗ്ഷൻ, രാമനാട്ടുകര ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചത് മൂലമാണ് ഇവിടെ നമ്മൾക്ക് രാമനാട്ടുകര ഒരു അപകടരഹിത നഗരമാക്കാൻ സാധിക്കുന്നത്. രാമനാട്ടുകരയുടെ സമഗ്രമായ വികസനത്തിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.